കൗമാര കലാമാമാങ്കത്തിന് ഇന്ന് കൊടിയേറ്റം. വിവാദങ്ങൾക്കൊടുവിൽ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം ഇന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുക. 24 വേദികളിലായി 12,000-ലധികം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുക. സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനത്തിന്റെ റിഹേഴ്സൽ പൂർണ്ണമായി. കലാമണ്ഡലത്തിലെ 29 വിദ്യാർത്ഥികളും വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 11 പേരുമടങ്ങുന്ന സംഘത്തിന്റെ നൃത്താവിഷ്കാരം ഇന്നാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്ഥിതി ചെയ്യുന്ന കലോത്സവത്തിന്റെ പ്രധാന വേദിയിലാണ് റിഹേഴ്സൽ പൂർത്തിയാക്കിയത്. സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനത്തിന് നൃത്തം പഠിപ്പിക്കാൻ നടി 5 ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടതായി മന്ത്രി വി ശിവൻകുട്ടിയും വെളിപ്പെടുത്തിയിരുന്നു. ശിവൻകുട്ടിയുടെ വെളിപ്പെടുത്തൽ പിന്നീട് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. വിവാദങ്ങൾക്കൊടുവിൽ സൗജന്യമായി നൃത്തം അവതരിപ്പിക്കാമെന്നറിയിച്ച് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ വി രാജേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി ഡോക്ടർ രജിത രവി, അധ്യാപികയായ കലാമണ്ഡലം ലതിക, കഥകളി അധ്യാപകരായ കലാമണ്ഡലം എസ് തുളസി, കലാമണ്ഡലം അരുൺ വാര്യർ എന്നിവരാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. കേരളത്തിന്റെ നവോത്ഥാനം, ചരിത്രം, കല, പാരമ്പര്യം, ഐക്യം, അഖണ്ഡത എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഗാനത്തിന് വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്തെത്തി. 5 ദിനങ്ങൾ ഇനി തലസ്ഥാന നഗരത്തിന് ഉറക്കമില്ല നാളുകളാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലാണ് മത്സരം നടക്കുക.